DYFI സിന്ദാബാദ്. പ്രതിഷേധം വിരമ്പട്ടെ. ഭരണഘടനാ ലംഘനം. ഇല്ല അനുവദിക്കില്ല. ഭരണഘടനാ ലംഘനം. ഈ രാജ്ഭവനിലേക്ക് നടത്താനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും നല്ല ബോധ്യമുള്ളതാണ്. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന RSSന്റെ സംഘപരിവാരത്തിന്റെ BJPയുടെ NDAയുടെ നരേന്ദ്രമോദിയുടെ ഭരണകൂടം നിയമിച്ച കേരളത്തിന്റെ ഗവർണർ രാജ്ഭവനിലെ സർക്കാർ പരിപാടിയിൽ RSS ചിത്രം വെച്ച നടപടി അനൗചിത്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ പരിപാടി ബഹിഷ്കരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗവർണർ രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കിയ പശ്ചാത്തലത്തിൽ DYFI പ്രവർത്തകർ രാജ്ഭവൻ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. എന്തുകൊണ്ട് രാജ്ഭവനെ ഉപരോധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു DYFI നേതാക്കൾ. രാജ്ഭവനെ RSS കേന്ദ്രമാക്കാനുള്ള നീക്കം ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നാണ് DYFI പ്രവർത്തകർ പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ കുടുംബ സ്വത്തല്ല രാജ്ഭവൻ. ശക്തമായ പ്രതിഷേധം ഗവർണറെ അറിയിച്ച ശേഷമാണ് ഇന്നത്തെ സ്കൗട്ട് വിതരണ ചടങ്ങിൽ നിന്ന് സ്കൗട്ട് സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോടിയിൽ RSS ശാഖകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച സംഭവം മാധ്യമങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. DYFI പ്രവർത്തകർ ഇപ്പോൾ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. രാജ്ഭവനിൽ RSS ശാഖ നടത്താമെന്ന് ഗവർണറല്ല ആര് വിചാരിച്ചാലും നടപ്പാക്കാൻ പോകുന്ന കാര്യമല്ല അത്. കാവ്യ പുതച്ച ഭാരതാംബ ഞങ്ങൾക്ക് വേണ്ട. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. എല്ലാ തരത്തിലുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ഈശ്വരനിൽ തന്നെ വിശ്വസിക്കാത്തവരും എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ അധികാരവും സ്വാതന്ത്ര്യമുള്ള പരമാധികാര റിപ്പബ്ലിക്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആരാധനാ രീതി പ്രകാരം പുഷ്പാർച്ചന നടത്തുകയും പൂജ നടത്തുകയും പ്രാർത്ഥിക്കുകയും മന്ത്രിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരും, അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വ്യവസ്ഥയെ അതിലംഘിക്കുന്ന രീതിയിൽ രാജ്ഭവനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കകത്ത് കാവ്യ പുതച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കുകയും അതിൻ്റെ മധ്യസ്ഥാനത്ത് താമരയുടെ ചിത്രം വയ്ക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് DYFI പ്രവർത്തകർ ഇപ്പോൾ രാജ്ഭവനിലേക്ക് പ്രകടനം നടത്തുകയും രാജ്ഭവനെ ഉപരോധിക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത.
രാജ്ഭവനിലെ സർക്കാർ പരിപാടിയിൽ RSS ചിത്രം വെച്ച നടപടി അനൗചിത്യമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിച്ചിരിക്കുന്നു. രാജ്ഭവനെ RSS കേന്ദ്രമാക്കാനുള്ള നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുടുംബ സ്വത്തല്ല രാജ്ഭവൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് DYFI രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. ശക്തമായ ഒരു പ്രതിഷേധം ഗവർണറെ അറിയിച്ചതിന് ശേഷമാണ് രാജ്ഭവനിലെ RSS കൊടിവെച്ച ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ RSS ശാഖകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ച സംഭവം മാധ്യമങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ 11 മണിക്കാണ് ആ പരിപാടി നിശ്ചയിച്ചിരുന്നത്. പരിപാടിക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭാരതാംബ എന്ന് RSS വിശേഷിപ്പിക്കുന്ന ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ഗവർണർ പൂവിടുന്നതായിരുന്നു. രാജ്ഭവൻ നൽകിയ പ്രോട്ടോകോൾ നോട്ടീസിൽ ഈ പുഷ്പാർച്ചന ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും പാലിക്കേണ്ട ഒന്നാണ്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കൃത്യമായി ഓരോ സെക്കൻഡും പരിപാടി തുടങ്ങി അവസാനിക്കുന്നത് വരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനപ്പുറത്ത് ഒരു ഇട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ആ രീതിയിലാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ആ പ്രോട്ടോകോളിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരത്തെ അയച്ചു കൊടുത്തിരുന്ന പ്രോട്ടോകോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഉൾപ്പെട്ട കാര്യമാണ് ഇത് പുഷ്പാർച്ചന എന്ന് പറയുന്നത്. പിന്നീട് നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ ഈ നടപടിയിൽ താൻ പ്രതിഷേധം അറിയിച്ചതായിട്ട് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇത് രാജ്ഭവനും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. ഈ വേദിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെയോ രാഷ്ട്രീയ സംഘടനയുടെയോ ചിഹ്നം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ വെക്കാൻ പാടില്ല. അത്തരമൊരു ചിത്രത്തിന് മുന്നിൽ പൂവിട്ടതും വിളക്ക് കത്തിച്ചതിലും പ്രതിഷേധിക്കുന്നുവെന്ന് ഗവർണറോട് വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു. ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്, മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി വന്ന കുട്ടികളോട് താൻ പറയുകയും ചെയ്തു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അങ്ങനെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് അതിനുശേഷമാണ് പരിപാടി ബഹിഷ്കരിച്ചിറങ്ങിപ്പോയത് എന്നാണ് മന്ത്രി പറഞ്ഞത്. മുൻപും ഈ ചിത്രം രാജ്ഭവനിൽ വെച്ചപ്പോൾ ശക്തമായി സർക്കാർ പ്രതികരിച്ചിരുന്നു എന്നുള്ള കാര്യവും വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി തന്നെ സർക്കാരിന്റെ നിലപാട് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. അതിനുശേഷവും അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെയുമാണ് രാജ്ഭവൻ തെറ്റായിട്ടുള്ള നടപടി ആവർത്തിച്ചത് എന്ന് മന്ത്രി പറയുന്നു. കഴിഞ്ഞ ജൂൺ 6 പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിലെ പരിപാടിയിൽ ഇതേ ചിത്രം വെച്ചത് വിവാദമാവുകയും അന്ന് പങ്കെടുക്കാൻ വന്ന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്ന കാര്യം ഓർമ്മിക്കുക. സർക്കാർ ശക്തമായ പ്രതിഷേധം അറിയിച്ചതോടെ രാജ്ഭവൻ നടത്തുന്ന പരിപാടികളിൽ ഈ ചിത്രം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ആ ഉറപ്പാണ് വീണ്ടും രാജ്ഭവൻ ലംഘിച്ചിരിക്കുന്നത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വാർത്തകളുമായി അർജുന എത്തും.